ഒരു ഫിഷ് ബിരിയാണി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ നല്ല ദശക്കട്ടിയുള്ള മീൻ ഇത് ഉണ്ട്. നമ്മൾ നല്ല വലുതായിട്ട് പീസായിട്ട് കട്ട് ചെയ്യണം. ഇത് ചെറുതായിട്ടൊന്ന് നമ്മൾ ഫ്രൈ ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അത് കാരണം ഒത്തിരി അങ്ങ് ചെറുതായിട്ട് കട്ട് ചെയ്യില്ല. അതുപോലെ ചോറിനകത്ത് നമ്മൾ കിടക്കുമ്പോൾ മീൻ നല്ല മുഴുത്ത പീസായിട്ട് കിടക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത് 1 സ്പൂൺ ഗരം മസാലയാണ്. ഇത് എൻ്റെ ഗരം മസാല തന്നെ, ഞാൻ നേരത്തെ വീഡിയോ കാണിച്ചു, അത് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. നമുക്ക് തൈര് വേണം, 1 കപ്പ് തൈരാണ് ഇത്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് നമ്മൾ ഒരു 2 സ്പൂൺ എടുക്കാം. ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 സ്പൂൺ മല്ലിപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി, പിന്നെ 1 തക്കാളിയും 3 പച്ചമുളക്. ഇത് ഞാൻ ചോപ്പറിനകത്തൊന്ന് ചെറുതായിട്ട് ചോപ്പ് ചെയ്യുന്നുണ്ട്. നമുക്ക് നല്ലതുപോലെ മല്ലിയില വേണം. പിന്നെ ഞാനിതൊരു 3 സവോളയാണ്. ഇതാണ് നമ്മുടെ ടേസ്റ്റായിട്ട് കിട്ടുന്നത്. ഇത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്നത്. ഇതിന് ഞാൻ ഇനി ഫ്രൈ ചെയ്തിട്ട് അതൊന്ന് നമുക്ക് പൊടിച്ചെടുക്കാം. എന്നിട്ട് അത് മീനകത്ത് ചേർക്കാനുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് നമുക്കിനി അരിയാണ് ഇത് ഞാൻ ഇനി ഇതിപ്പോൾ ഒരു 10 മിനിറ്റ് ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെക്കുന്നുണ്ട്. ബസുമതി അരിയാണ്. കുതിർത്ത് വെച്ചിട്ട് വേണം നമ്മളിതിന്ന് എടുക്കാൻ വേണ്ടിയിട്ട്. അതിനകത്ത് ഇടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബസുമതി അരി വേവിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഈ 2 കറുവാല, 1 പട്ടയുണ്ട്, ഈ ഗ്രാമ്പു, ഈ 4-5 ഏലക്ക, ഇതെല്ലാം നമ്മൾ ഇട്ടിട്ടാണ് ഈ അരി വേവിപ്പിക്കുന്നത്. അതിന് നമ്മൾ 2 സ്പൂൺ നെയ്യും എടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് നമുക്ക് ഉപ്പും ചേർക്കാം. ആദ്യം തന്നെ ഞാൻ ഈ മീനൊന്ന് മുളക് പൊടിയും ഇച്ചിരി മുളക് പൊടിയും മഞ്ഞളും ഉപ്പും ചേർത്ത് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. നമുക്ക് ഈ ഫിഷിനകത്ത് ഞാൻ ചെറിയ സ്പൂൺ മഞ്ഞൾ പൊടി ഇച്ചിരി ഇടാം. ആവശ്യത്തിന് ഉപ്പും കൂടി ഇടാം. 1/2 സ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നല്ലതുപോലെ നമ്മൾ കൈ കൊണ്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് നല്ലപോലെ ഒന്ന് ഈ മുളക് പൊടി മഞ്ഞളും പറ്റുന്നവരെ തേക്കാം. നമ്മളൊരു 10 മിനിറ്റ് ഒന്ന് അടച്ച് സൈഡിൽ വെക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രൈ ചെയ്യണം. അപ്പം ഞാൻ അരി വെള്ളത്തിൽ വെച്ചിട്ടുണ്ട്, കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് അരി കുതിർക്കണം. ആ സമയത്ത് ഇതൊരു 10 മിനിറ്റ് നമുക്ക് സൈഡിൽ മൂടി വെക്കാം. ആ സമയത്ത് നമുക്ക് ഈ ഉള്ളി ഒന്ന് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. പാൻ ചൂടാക്കി ഞാൻ ഇച്ചിരി നല്ലതുപോലെ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ ഈ എണ്ണ ആദ്യം ഉള്ളി വറുത്തെടുക്കുന്ന ആ എണ്ണയിൽ തന്നെ നമുക്ക് ഈ മീനും വറുത്തെടുക്കാം. അതുകൊണ്ട് ഞാൻ കൂടുതൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ ഈ ഉള്ളിയെല്ലാം നല്ലതുപോലെ ഒന്ന് നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ഉള്ളി നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഈ സമയത്ത് ഞാനിത് മാറ്റുവാണ് കടയിൽ നിന്ന്. ഇത് നമ്മൾ ഇനി നല്ലപോലെ ഒന്ന് തണുത്ത് കഴിഞ്ഞ് നമുക്കൊന്ന് ഇച്ചിരി പൊടിച്ചു പോലെ എടുക്കണം. ഈ എണ്ണയ്ക്കകത്ത് നമുക്ക് മീനും വറുക്കാം. നമുക്ക് ഈ എണ്ണയ്ക്കകത്തോട്ട് തന്നെ ഞാൻ ഈ 10 മിനിറ്റായി ഈ മീനൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ച് നമുക്കിതൊന്ന് ഫുൾ ഡീപ് ഫ്രൈ ചെയ്യണ്ട, ചെറിയതായിട്ടൊന്ന് മീഡിയം ഫ്രൈ ചെയ്ത് മതി. അത് കഴിഞ്ഞ് നമ്മളിത് ഗ്രേവിക്കകത്ത് പിന്നെ വേവിക്കാനുള്ളതാണ്. അതുകൊണ്ട് നമുക്കിത് ഒരു ചെറിയതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും. നമുക്ക് ഈ ഫിഷ് ഫ്രൈ ആവുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ ഗ്രേവിയെല്ലാം റെഡിയാക്കാം. ഞാൻ ഈ 1 കപ്പ് തൈര് എടുത്ത് വെച്ചിരിക്കുന്ന അതിനകത്ത് ഇടുകയാണ്. പിന്നെ ഈ വലിയ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് എടുത്ത് വെച്ചിരിക്കുന്നതും കൂടി അതിനകത്ത് ഇടാം. ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ മല്ലിപ്പൊടിയാണ്, അതും ഇടുകയാണ്. രണ്ട് ചെറിയ സ്പൂൺ മുളക് പൊടിയും കൂടി ഇടാം. ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കാം. നമ്മൾ ആ മീൻ കോരുന്ന എണ്ണയ്ക്കകത്തോട്ട് ഇത് നമ്മൾ മൂപ്പിക്കാനുള്ളതാണ്. ഇത് തൈരോട് കൂടി തന്നെ നമുക്കിത് മൂക്കാം. ഗ്രേവി ഇവിടെ നമുക്ക് വെക്കാം. ഇത് ആദ്യം മീൻ നമുക്ക് റെഡിയാക്കാം. ഈ മീൻ 2 സൈഡും ഒന്ന് മറിച്ചിടാം. ഒരുപാട് വേവണ്ട, ഗ്രേവിക്കകത്ത് വേകാനുള്ളതാണ്. നമുക്ക് 2 സൈഡും ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്യുന്ന പോലെ ആയാൽ മതി. ഫ്രൈ ചെയ്തിട്ട് നമ്മൾ ബിരിയാണി ഉണ്ടാക്കുവാണെങ്കിൽ ഈ മീൻ ഒത്തിരി അങ്ങ് പൊടിഞ്ഞു പോകാതെ നമുക്ക് കിട്ടും. അങ്ങനെ നമ്മുടെ മീൻ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് പാത്രത്തിലോട്ട് മാറ്റാം. ഈ പാകത്തിലെടുത്താൽ മതി. ഇനി നമ്മളിത് ഗ്രേവിയിൽ ഒരു 2-3 മിനിറ്റും കൂടെ വേവിക്കാനുള്ളതാണ്. അപ്പോഴത്തേനും ബാക്കി വേവുണ്ടെങ്കിൽ മീൻ നല്ലതുപോലെ വെന്ത് കിട്ടിക്കോളും.
നമുക്ക് ഈ എണ്ണയ്ക്കകത്തോട്ട് തന്നെ നമ്മൾ ഈ തൈരിനകത്ത് എടുത്ത് വെച്ചിരിക്കുന്ന ഗ്രേവി ഇതിങ്ങോട്ട് ചേർക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ഈ ഒരു സവോളയും പച്ചമുളകും അത് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന അതോടെ ഇടാം. അതിനകത്ത് നമുക്ക് ഈ ഗരം മസാലയും കൂടെ ചേർക്കാം. ഇത് ഞാൻ ഈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളിയാണ്. ഇതിനകത്തുനിന്ന് ഒരു ഇച്ചിരി ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. നമ്മൾ ആ ബിരിയാണിയുടെ മേളിൽ ഇടാൻ വേണ്ടിയിട്ടാണ്. ബാക്കി ഞാനിങ്ങനെ ഒന്ന് നല്ലതുപോലെ നമ്മൾ കൈ കൊണ്ട് പൊടിച്ചിട്ട് ഇതിനകത്ത് അങ്ങനെ ചേർക്കണം. അപ്പോൾ നല്ലപോലെ ഒന്ന് നമ്മുടെ ബിരിയാണിക്ക് നല്ലൊരു ഗ്രേവി കിട്ടും. കുറച്ച് നമ്മൾ മേളിലിടാൻ മാത്രം ഒന്ന് മാറ്റി വെക്കണം. ബാക്കി ഇത് പൊടിച്ച് ചേർക്കാം. നല്ലപോലെ മൂത്തൊന്ന് നമുക്ക് എണ്ണ തെളിയുന്ന വരെ വെക്കാം. നമ്മുടെ ഗ്രേവി നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട്. അത് കണ്ടോ, മസാല എല്ലാം മൂത്ത് എണ്ണ തെളിഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ഇതിനകത്ത് ഇപ്പോൾ ഈ മീനിട്ട് കൊടുക്കാം. ഈ മീനെല്ലാം ഒത്തിരി അങ്ങ് കുഴഞ്ഞു പോകാതെ സൈഡിൽ നല്ലതുപോലെ അടുക്കി വെച്ച് കൊടുക്കാം. നല്ലതുപോലെ മല്ലിയില ഇടാം. ബിരിയാണിയും മീനൊക്കെ ആകുമ്പോൾ നല്ല ടേസ്റ്റ് വരും മല്ലിയിലയ്ക്ക്. ഇപ്പം ഉപ്പ് നമ്മൾ മീനിന് മാരിനേറ്റ് ചെയ്തപ്പോൾ ഇട്ടതാണ്, എങ്കിലും ഗ്രേവിക്ക് ഉപ്പ് വേണം. അതുകൊണ്ട് നമ്മൾ ഇത്തിരി ഗ്രേവിക്കും കൂടെ വേണ്ടിയുള്ള ഉപ്പ് ഇടുവാണ്. നമുക്ക് ലിഡ് വെച്ച് അടച്ച് ഒരു സ്ലോയിൽ ഒരു 5 മിനിറ്റ് വെക്കാം. അപ്പോഴത്തേനും നമ്മുടെ മീൻ നല്ല റെഡിയാകും, ഗ്രേവിയും കുറുകെ കിട്ടും. ആ സമയത്ത് തന്നെ ഞാൻ ഒരു ബിരിയാണി പോട്ട് വെച്ച് നമുക്ക് ആ റൈസ് ഒന്ന് വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ ഒരു ലിഡ് വെച്ച് അടച്ച് വേവിക്കുകയാണ്. നമ്മുടെ ഈ വെള്ളം തിളച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് ഞാൻ ഈ 2 കറുവപ്പട്ടയും ഈ എടുത്ത് വെച്ചിരിക്കുന്ന മൊത്തം മസാലകൾ, ഇത് കറുവപ്പട്ടയുണ്ട്, ഒരു 4-5 ഗ്രാമ്പും ഉണ്ട്, ഏലക്ക, ഇതെല്ലാം ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഇത് 10 മിനിറ്റ് നമ്മൾ കുതിർത്ത് വെച്ച് കഴുകി ഞാൻ വാരി വെച്ചിരിക്കുന്ന ഈ അരി ചേർക്കാം. ഒരു 1/2 സ്പൂൺ നാരങ്ങാനീരാണ് ഇത്. കൂട്ടത്തിൽ നമുക്ക് ഒരു വലിയ സ്പൂൺ നെയ്യും കൂടിയും ചേർത്ത് കൊടുക്കാം. ചോറിന് ആവശ്യമായ ഉപ്പും കൂടിയും ചേർക്കാം. നമുക്കൊരു ലിഡ് വെച്ച് മൂടി വെക്കാം. ഒത്തിരി ഓവർ കുക്ക് ആകല്ല. പിന്നെ നമുക്ക് ഇത് ഊറ്റിയെടുക്കാം. നമ്മുടെ മീൻ റെഡി ആയിട്ടുണ്ട്. ഞാനിത് ഓഫാക്കുവാണ്. ആ സമയത്ത് ഞാൻ അരി കഴുകി വേവിച്ച് നമ്മൾ ഊറ്റി വെച്ചിരിക്കുന്നതാണിത്. ഈ പാകത്തിൽ എടുത്താൽ മതി. ഇനി നമുക്കിത് രണ്ടും കൂടി ഒന്ന് സെറ്റ് ചെയ്യാം. അതിനകത്തോട്ട് ആദ്യം തന്നെ ഒരു ലെയർ ഞാൻ ചോറിടുവാണ്. അല്ല, നമ്മൾ ഈ ബസുമതി അരി വാങ്ങിക്കുമ്പോൾ നല്ല നീളമുള്ള അരി നോക്കി വാങ്ങിക്കണം. അങ്ങനെയെങ്കിൽ നമുക്ക് ബിരിയാണി കാണുമ്പോൾ നല്ലൊരു ഭംഗി വരും. അതുപോലെ നല്ല ടേസ്റ്റും കിട്ടും. നല്ല നീളമുള്ള അരിക്കാണെങ്കിൽ, ചെറിയ അരിയാണെങ്കിൽ നമ്മൾ വേവുമ്പോഴേ അങ്ങ് പൊടിഞ്ഞു പോകും. ഇപ്പം നല്ല നീളമുള്ള അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു ലെയർ ഞാൻ ചോറിട്ടിട്ടുണ്ട്. നമുക്ക് ഈ മീൻ ഓരോരോ പീസ് പൊടിയാതെ നമുക്ക് പതിയെ എടുത്ത് വെക്കാം. ഒരു കുറച്ച് എണ്ണ കൂടുതലുണ്ട്. നമുക്ക് ബിരിയാണി ആകുമ്പം ചോറിനൊക്കെ ഇച്ചിരി ഒരു നല്ല എണ്ണമയം കിട്ടണ്ടേ. അതുകൊണ്ട് ഞാൻ ഒരുപാട് അങ്ങ് ഡ്രൈ ആക്കിയില്ല. കുറച്ച് എണ്ണയോട് കൂടിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഞാൻ ഈ മേളിലോട്ട് കുറച്ചൊരു ചോറും കൂടി ഇട്ട് കൊടുക്കാം. രണ്ട് മൂന്ന് സ്റ്റെപ്പായിട്ട് നമ്മൾ വെക്കാം. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കുമ്പം ബിരിയാണി പിന്നെ നമ്മൾ എടുക്കാൻ സമയത്ത് ഈ മീനൊന്നും പൊടിഞ്ഞു പോകാതെ നല്ല വലിയൊരു തവി വെച്ച് നമ്മൾ എടുക്കണം. മേളിൽ ഒരു കുറച്ച് ഉള്ളി വറുത്തത് നമുക്കിടാം. ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ചൊരു മല്ലിയില ഇടയ്ക്കിടയ്ക്ക് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. അടുത്ത സ്റ്റെപ്പ് ഞാൻ അതുപോലെ തന്നെ ഈ നല്ലപോലെ മീൻ പീസ് നമുക്ക് വലിയതായിട്ട് എടുത്ത് തന്നെ ഇങ്ങോട്ട് വെക്കാം.
ബാക്കി ഗ്രേവി ഉള്ളതും കൂടെ നമുക്ക് ആ മീനിൻ്റെ കൂട്ടത്തിൽ തന്നെ വെക്കാം. ബാക്കി റൈസും കൂടി നമുക്ക് ഇതിൻ്റെ മണ്ടയിൽ വെക്കാം. ഞാൻ 1/2 കിലോ റൈസാണ് എടുത്തിരിക്കുന്നത്, 1/2 കിലോ മീനുമാണ്. നമുക്ക് ഒരു 4 പേർക്ക് നല്ലതുപോലെ കഴിക്കാൻ പാകമായിരിക്കും ഇത്. ഇതിൻ്റെ മുകളിൽ ഞാൻ ഇച്ചിരി ഒന്നും കൂടെ ഉള്ളി വറുത്തതും മല്ലിയില ഇതെല്ലാം തൂവി കൊടുക്കുകയാണ്. എൻ്റെ മുകളിൽ നമുക്ക് വേണമെങ്കിൽ ഒരു സ്പൂൺ, നമ്മൾ അധികം നെയ്യ് ഉപയോഗിച്ചിട്ടില്ല, അതുകൊണ്ട് ഇത് ചൂടാകുമ്പോൾ നല്ല ചോറിനൊരു മണം കിട്ടും. നമുക്ക് 1 സ്പൂൺ നെയ്യ് ഇങ്ങനെയൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാനിത് ഒരു ലിഡ് വെച്ച് മൂടിയിട്ട് സ്ലോയിൽ ഈ ബിരിയാണി പോട്ട് നമുക്ക് ചെറിയതായിട്ടൊന്ന് സ്ലോയിൽ ഒരു 5 മിനിറ്റ് ഗ്യാസിൽ വെക്കാം. അപ്പം നമ്മുടെ ബിരിയാണി റെഡിയാവും. ഇത് 5 മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ബിരിയാണി. ഇത് നല്ല ആവി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ചോറിനകത്തെല്ലാം നല്ല മസാലയുടെ മണം ഇപ്പം കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇത് ഓഫാക്കാം. ഇനി ഞാൻ നല്ലൊരു സെർവിങ് പ്ലേറ്റിലോട്ട് ഇത് നമുക്ക് ബിരിയാണി മാറ്റാം. നമ്മുടെ ഫിഷ് ബിരിയാണി റെഡിയാണ്. ഇത് വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ഇത്തിരി ട്രൈ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. 2 സ്റ്റെപ്പായിട്ട് ഉണ്ടാക്കണമെന്നേ ഉള്ളൂ. അതിന് കൂട്ടാൻ ഞാൻ റൈത്തയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ കുക്കുംബർ അരിഞ്ഞ് തൈരിനകത്തിട്ട് ഇച്ചിരി ഉപ്പ് ഇട്ട് മല്ലിയിലിട്ട് എടുത്തിരിക്കുന്നുള്ളൂ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ നമുക്ക് ഏതെങ്കിലും അച്ചാർ വീട്ടിൽ അവൈലബിൾ ഉള്ള അത് നമുക്ക് കൂട്ടാം. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.